السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസിന്റെ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ജനാസ കുളിപ്പിക്കുകയും അതുപോലെ തന്നെ കഫൻ ചെയ്യുകയും ചെയ്തതിന്റെ ശേഷം ഇനി ആ ജനാസ വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ആ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തുസൂക്ഷിക്കുവാനും പിന്തുടരുവാനും അർഹമുർ-റഹീമീനായ നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ജനാസ കഫൻ ചെയ്തു കഴിഞ്ഞാൽ അത് വഹിച്ചു കൊണ്ടുപോകുന്ന കട്ടിലിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും കാണുന്ന പല സമ്പ്രദായങ്ങളും ഉണ്ട്. ആ ജനാസ മുമ്പിൽ വെച്ചുകൊണ്ട് അതെടുത്ത് യാത്രയാകുന്നതിന്റെ മുമ്പായി ഒരു അൽ-ഫാത്തിഹ വിളിക്കുകയും അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ഫാത്തിഹക്കും ഇഖ്ലാസും മുഅവ്വദത്തൈൻ എന്നീ സൂറത്തുകൾക്ക് പുറമെ സൂറത്ത് യാസീൻ പാരായണം ചെയ്തുകൊണ്ട് സുദീർഘമായ ഒരു ദുആയും ഒക്കെ നടത്തിയിട്ടാണ് മയ്യത്ത് എടുത്ത് കൊണ്ടുപോകാറുള്ളത്. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, ഇതിന് ഇസ്ലാമിൽ യാതൊരു അസ്ലും ഇല്ല, ഒരടിസ്ഥാനവും ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് ജനങ്ങളെ വൈകാരികമായി ഇളക്കിവിടാൻ വേണ്ടി ബിദ്അത്തിന്റെ ആളുകൾ ശ്രമിക്കാറുണ്ട് എന്നത് ഇത്തരുണത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. കണ്ടോ, ഇവർ ജനാസ കൊണ്ടുപോകുന്ന കോലമാണിത്. കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് കട്ടിലിൽ വെച്ച് ഒറ്റ കൊണ്ടുപോക്കാണ്. ഒരു ഫാത്തിഹ വിളിച്ചില്ല, ഒരു യാസീൻ ഓതിയില്ല, ദുആ ചെയ്തില്ല. ഇവർക്ക് ഇതിനോടൊക്കെ അലർജിയാണ്. ഇവർക്ക് ഖുർആനിനോട് വെറുപ്പാണ്, ഇവർക്ക് യാസീനിനോട് അലർജിയാണ്, വെറുപ്പാണ്, ഇവർക്ക് ഫാത്തിഹ ഓതുന്നത് വെറുപ്പാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. വാസ്തവത്തിൽ സഹോദരന്മാരെ, എന്തുകൊണ്ടാണത് വേണ്ടതില്ല എന്ന് പറയുന്നത്? യാസീനിനോടൊരു വെറുപ്പാണോ?
ഖുർആൻ പാരായണത്തെ നല്ലതല്ല എന്ന് പറയുന്നത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഇസ്ലാമിൽ ഒരു കാര്യം നമുക്കത് ശർഅായി നിശ്ചയിച്ചു തരേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീൻ ശരിക്കും കേട്ടും കണ്ടും പഠിച്ചവരാണ് സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും. ആ സ്വഹാബത്തിന്റെ കാലത്ത് അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയുമോ ഏതെങ്കിലും ഒരു ജനാസ വഹിക്കപ്പെടുന്നതിന്റെ മുമ്പായിക്കൊണ്ട് കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ ശേഷം ഒരു പ്രത്യേകമായ അൽ ഫാത്തിഹ വിളിയോ അല്ലെങ്കിൽ ഒരു യാസീൻ ഓതലോ ഒരു പ്രത്യേക ദുആയോ അവിടുന്ന് നടത്തിയിട്ടില്ല. അവിടുന്ന് അത് കാണിച്ചു തന്നിട്ടില്ല. അവിടുത്തേക്കാൾ ഈ ലോകത്തേക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വഹാബത്ത് അത് ചെയ്യാതിരിക്കില്ല. സ്വഹാബിമാർക്കും ആ പതിവില്ല. ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്തെടുക്കുന്നതിന്റെ മുമ്പായി അവിടെ കൂടിയവരൊക്കെ ഒരു യാസീൻ ഓതിയിട്ട് അതിന്റെ പ്രതിഫലം ഈ ആത്മാവിനെ എത്തിച്ചു കൊടുക്കണേ എന്ന് പറയുകയും പ്രത്യേകമായ പല രൂപത്തിലുള്ള ദുആകളുമൊക്കെ നടത്തുകയും ചെയ്യുന്ന സമ്പ്രദായം സഹാബിമാർക്കും പരിചയമില്ല. ഉണ്ടെങ്കിൽ അത് പറയേണ്ടതല്ലേ? ഇത് പറയുന്ന കക്ഷികൾക്ക് പോലും സഹീഹായ നിലക്കൊരു പ്രമാണം ഉദ്ധരിക്കാൻ ഈ വിഷയത്തിൽ സാധിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ അവരെല്ലാ ഖൈറിലേക്കും മുൻകടന്നവരാണ്. എല്ലാ ഖൈറുകളും മനസ്സിലാക്കുകയും ആ ഖൈറുകളൊക്കെ ചെയ്യുന്നതിൽ വലിയ ആവേശം കാണിക്കുകയും ചെയ്ത തലമുറയാണ് സ്വഹാബ കിറാമിന്റെ തലമുറ. അതുകൊണ്ട് തന്നെ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുകയുണ്ടായി, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദൂഹാ ഫഇന്നൽ അവ്വല ലം യദഉ ലിൽ ആഖിരി മഖാലാ. അദ്ദേഹം പറയാണ്, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാർ ആചരിച്ചിട്ടില്ലാത്ത ഒരു എല്ലാ ഇബാദത്തുകളും ഫലാ തഅബ്ബദൂഹാ, നിങ്ങൾ അത് ആചരിക്കാൻ പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഒരു ഇബാദത്ത്, അത് പുണ്യകർമ്മം നല്ലത് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഫഇന്നൽ അവ്വല ലം യദഉ ലിൽ ആഖിരി മഖാലാ, മുൻഗാമികൾ കഴിഞ്ഞുപോയ ആളുകൾ പിൽക്കാലക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വാക്ക് പറയാനുള്ള അവസരം ഇനി ബാക്കി വെച്ചിട്ടില്ല. എല്ലാം പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞിട്ടുള്ളത്. അത് ഏറ്റെടുത്തവരാണ് സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും. അതുകൊണ്ട് ജനാസ എടുക്കുന്നതിന്റെ മുമ്പായി ജനാസ മുന്നിൽ വെച്ചുകൊണ്ട് അൽ ഫാത്തിഹയും ഒരു യാസീനോ ഓത്തും, അതുപോലെ തന്നെ പിന്നെ പലരുടെയും ഹദറത്തുകളിലേക്ക് ഇങ്ങനെ അതിന്റെ കൂലി ഹദിയ ചെയ്തും പാർസൽ ചെയ്തുകൊണ്ടുമൊക്കെയുള്ള സുദീർഘമായ പ്രാർത്ഥനകളും, മാത്രമല്ല ആ പ്രാർത്ഥനകളിൽ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയില്ലാത്ത വിവിധ രൂപത്തിലുള്ള ശൈലികളും പല രൂപത്തിൽ പല മഹാന്മാരെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും അവരുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇടവേടലും അങ്ങനെ പലതും അത്തരം മജ്ലിസുകളിൽ വേദികളിൽ ജനങ്ങൾ ചെയ്യാറുണ്ട്. പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സമ്പ്രദായമില്ല. ഇസ്ലാമിൽ പുതിയതായി കടത്തിക്കൂട്ടിയിട്ടുള്ള ഒരു സമ്പ്രദായമാണത്. അത് ഖുർആനിനോട് എതിർപ്പുണ്ടായിട്ടല്ല, യാസീനിനോട് എതിർപ്പുണ്ടായിട്ടല്ല, ഫാത്തിഹയോട് എതിർപ്പുണ്ടായിട്ടല്ല. അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനേ മറുപക്ഷത്തിന് സാധ്യമാകാറുള്ളൂ. അല്ലെങ്കിൽ അള്ളാന്റെ റസൂല് അല്ലെങ്കിൽ അവിടുത്തെ സ്വഹാബത്ത് ജനാസ മുമ്പിൽ വെച്ചുകൊണ്ട് യാസീൻ ഓതുകയും ദുആ ചെയ്യുകയും ചെയ്ത ഒരു സമ്പ്രദായം അവർ കാണിക്കേണ്ടതല്ലേ? അതാണല്ലോ അവർ നമ്മുടെ മുമ്പിൽ കാണിക്കേണ്ടത്. അല്ലെങ്കിൽ ജനങ്ങളോട് അവർ തുറന്നു പറയേണ്ടത് അതാണല്ലോ. അങ്ങനെ ഒരു സ്വഹീഹായ നിലക്കൊരു പ്രമാണം ആ വിഷയത്തിൽ വന്നിട്ടില്ല. പിന്നെ പലരും നല്ലതല്ലേ, ഒരു യാസീൻ ഓതല്ലേ, ഒരു ഫാത്തിഹല്ലേ, ആ ജനാസ എടുക്കപ്പെടുന്നതിന്റെ മുമ്പ് ആ ജനാസയുടെ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയല്ലേ, എന്തിനതൊക്കെ മുടക്കണം എന്നൊക്കെ ചിലർ ന്യായം പറയാറുണ്ട്. പക്ഷേ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കാര്യമുണ്ടാക്കുവാൻ ഇസ്ലാമിൽ അനുവാദമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന് തിരിയാത്ത ഒരു നല്ല കാര്യം നമുക്ക് തിരിഞ്ഞുവെന്നോ
സ്വഹാബത്തിന് മനസ്സിലാകാത്ത ഒരു നല്ല കാര്യം നമുക്ക് മനസ്സിലായി എന്നോ അതൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അവരോട് അതിന്റെ വസ്തുതകൾ ബോധ്യപ്പെടുത്തി കൊടുക്കൽ അനിവാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ജനാസ കുളിപ്പിച്ച റൂമിൽ അതല്ലെങ്കിൽ ജനാസ കുളിപ്പിച്ച സ്ഥലത്ത് ലൈറ്റ് ഇട്ട് വെക്കുന്ന ഒരു സംവിധാനം ചിലയിടങ്ങളിലൊക്കെ കാണുന്നു. ചില സ്ഥലങ്ങളിൽ അങ്ങനെ കാണാം. ആ ബൾബ് ഓഫാക്കുകയില്ല, അവിടെ വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കും. ചിലയിടത്ത് പറയുന്നത് 24 മണിക്കൂർ തുടർച്ചയായി അവിടെ ലൈറ്റ് കത്തണം എന്നാണ്. ചിലയിടങ്ങളിൽ 3 ദിവസം തുടർച്ചയായി ലൈറ്റ് കത്തണം എന്നാണ്. ചിലയിടങ്ങളിൽ 7 വരെ തുടർച്ചയായി കുളിപ്പിച്ച റൂമിൽ ലൈറ്റ് കത്തണം എന്നാണ്. ഇതൊക്കെ ആരുണ്ടാക്കിയതാണ് പ്രിയപ്പെട്ടവരെ? ജനാസ കുളിപ്പിച്ച സ്ഥലത്ത് ഇങ്ങനെ 24 മണിക്കൂർ വിളക്ക് കൊളുത്തിയിരിക്കണം, അല്ലെങ്കിൽ ലൈറ്റ് ഓഫാക്കാൻ പാടില്ല എന്ന നിയമം ആര് കൊണ്ടുവന്നു? അങ്ങനെ സമൂഹത്തിൽ നിങ്ങളൊക്കെ വിവിധ നാടുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ്. നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഒരു പക്ഷേ ഈ ഉള്ളവൻ അറിഞ്ഞിട്ടില്ലാത്ത ഒട്ടേറെ അനാചാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ടാകാം. അറിഞ്ഞ വസ്തുതകളാണ് നിങ്ങളുടെ മുമ്പാകെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇനിയും ഇവിഷയകമായി നിങ്ങൾക്ക് വല്ലതും അറിവുകൾ ഉണ്ടെങ്കിൽ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ കൂടി ചെയ്യാറുണ്ട് എന്നൊക്കെ നിങ്ങളുടെ അറിവുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയ പരമ്പരയിൽ അതിനെക്കുറിച്ച് കൂടി ഉത്ബുദ്ധരാക്കാൻ നമുക്ക് അവസരമുണ്ടാകും. അതൊരു നന്മയാണ് എന്നുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലുള്ള എല്ലാ അനാചാരങ്ങളോടും വിട പറഞ്ഞുകൊണ്ട് ഇസ്ലാമികമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ ഒതുങ്ങി നിൽക്കലാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഏത് കാര്യത്തിലും ഖൈറായത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്. കാര്യങ്ങളിൽ ഏറ്റവും ദുഷിച്ചത് പുത്തൻ സമ്പ്രദായങ്ങളാണ്. അത് എല്ലായിടത്തേക്കും ബാധകമാണ്. ഒരു നല്ലൊരു കാര്യമില്ലേ, ഒരു നല്ലൊരു ഖുർആനോദനീനെ പറ്റി എത്രയൊക്കെ പറയാണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് വസ്വാസുണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഖുർആൻ നല്ലതല്ലാഞ്ഞിട്ടല്ലോ നമ്മൾ റുക്കൂയിൽ ഖുർആൻ ഓതാറില്ല. ഞാനോ നിങ്ങളോ റുക്കൂയിൽ ചെയ്യുമ്പോൾ ഖുർആനിൽ ഓതാറുണ്ടോ? ഫാത്തിഹ ഓതാറുണ്ടോ റുക്കൂയിൽ ചെയ്യുമ്പോൾ? ഇല്ല. എന്താണ് കാരണം? ഫാത്തിഹയോടോ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും അധ്യായത്തോടോ നമുക്കൊരു വെറുപ്പോ അലർജിയോ ഉണ്ടായിട്ടല്ല റുക്കൂയിലും സുജൂദിലും നമ്മൾ ഖുർആൻ ഓതാത്തത്. മറിച്ച് ആ സന്ദർഭത്തിൽ ഖുർആൻ ഓതാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുവാദമില്ല. അവിടുന്ന് നമുക്ക് ചര്യയായി കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലായിടത്തും നമുക്കായി ഓരോ ഇബാദത്തുകൾ നിർമ്മിക്കുവാനോ പുതിയത് കൊണ്ടുവരുവാനോ ഇസ്ലാമിൽ അനുവാദമില്ല എന്ന അടിസ്ഥാന തത്വം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഈ രൂപത്തിലുള്ള ഏത് വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ശ്രവിക്കുമ്പോഴും പഠിക്കുമ്പോഴും എന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ജനാസയുമായി പുറപ്പെടൽ ഇസ്ലാം വലിയ ഒരു പുണ്യകരമായ കാര്യമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ ജനാസയുടെ പിന്നാലെ പോകലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആ ജനാസയെ അനുഗമിക്കലും ഏറ്റവും പുണ്യമുള്ള ഒരു സമ്പ്രദായമാണ്, ഒരാചാരമായിട്ടാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ധൃതിയിൽ കൊണ്ടുപോകണമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. ജനാസ എത്രയും വേഗം കൊണ്ടുപോകണം എന്നാണ്. പ്രയാസകരമല്ലാത്ത നിലയ്ക്ക് സ്പീഡിൽ ഓടാതെ എന്നാൽ പതുക്കെ ഇങ്ങനെ അരിച്ചരിച്ചു പോകുന്ന സമ്പ്രദായവും ഒഴിവാക്കിക്കൊണ്ട് ഒരു മിതമായ നിലയ്ക്ക് സ്പീഡിൽ നടന്നു പോകണം ജനാസയുമായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർ കൃത്യമായി തന്നെ ഉരുത്തിരിച്ചു പറഞ്ഞെടുത്തിട്ടുള്ള നിയമങ്ങൾ. നിങ്ങൾ നോക്കൂ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, അസ്രിഉ ബിൽ ജനാസ ഫഇന്നഹാ ഇൻ തകു സാലിഹതൻ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈഹി വഇൻ തകു സിവാ ദാലിക ഫശർറുൻ തബഊനഹു അൻ റിഖാബികും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്രിഉ ബിൽ ജനാസ, നിങ്ങൾ ജനാസ കൊണ്ട് ധൃതിപ്പെടണേ, നിങ്ങൾ ജനാസ കൊണ്ട് ധൃതിപ്പെട്ടു പോകണേ. ഫഇന്നഹാ, കാരണം എന്തെന്നല്ലേ, ആ ജനാസ ഇൻ തകു സാലിഹതൻ, സ്വാലിഹായ ഒരു മനുഷ്യന്റെ ജനാസയാണെങ്കിൽ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈഹി, ഏറ്റവും ഖൈറായ കാര്യത്തിലേക്ക് നിങ്ങൾ അയാളെ എത്രയും പെട്ടെന്ന് കൊണ്ടുചെന്നാക്കലാണല്ലോ. നല്ല മനുഷ്യനാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗീയമായ അനുഭൂതികളും ആനന്ദങ്ങളും ഒക്കെ ഖബറിലും കിട്ടാനുണ്ടല്ലോ. ആ ഒരു സംവിധാനത്തിലേക്ക്, ആ ഒരു ആസ്വാദനത്തിലേക്ക്, ആ ഒരു ഖൈറായ മേഖലയിലേക്ക് ആ മനുഷ്യനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോകലായിരിക്കുമല്ലോ. അതല്ലേ ആ മയ്യത്തിന് ഏറ്റവും ഖൈറ്. ഇനി വഇൻ തകു സിവാദാലിക, സ്വാലിഹല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ, അതല്ലെങ്കിൽ തെമ്മാടിയായ ധിക്കാരിയായ ഏതെങ്കിലും ആളുകളാണെങ്കിൽ, ഫശർറുൻ തദഊനഹു അൻ റിഖാബികും, നിങ്ങളുടെ പിരടികളിൽ നിന്ന് ആ ശർറിനെ എത്രയും പെട്ടെന്ന് ഇറക്കി വെക്കാമല്ലോ. നിങ്ങൾ നോക്കൂ, അതൊരു ശർറാണ്. എത്രയും വേഗം അത് കഴുത്തുനിന്ന് പെരടിന്ന് ഒഴിവാക്കിക്കൂടെ? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി പറയുന്നു, മഅനാഹു, പറഞ്ഞതിന്റെ അർത്ഥം, അന്നഹാ ബഈദത്തും മിനർ റഹ്മതി, ആ മയ്യത്ത് അല്ലാഹുവിന്റെ സർവ്വ റഹ്മത്തിൽ നിന്നും വിദൂരമാക്കപ്പെട്ട മയ്യത്താണ്. ശർറായ മയ്യത്താണെങ്കിൽ, സ്വാലിഹായ മനുഷ്യനല്ലെങ്കിൽ മോശപ്പെട്ട മനുഷ്യനാണ്, ധിക്കാരിയാണ്, തെമ്മാടിയാണ്, ഫാസിഖാണ്, അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച മനുഷ്യനല്ല, അല്ലാഹുവിന്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവനാണ്. അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പെരടിയിൽ നിന്ന് ആ ഭാരമങ്ങ് ഇറക്കി വെക്കാമല്ലോ. കാരണം അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാത്ത മയ്യത്താണത്. അതുകൊണ്ട് ഫലാ മസ്ലഹത ലക്കും, നിങ്ങൾക്ക് ഒരു നന്മയും കിട്ടാനില്ല. ഫീ മുസാഹബതിഹാ, ആ മയ്യത്തിന്റെ പിന്നാലെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് നന്മക്കെതിരാണ്. അപ്പൊ അതുകൊണ്ട് ഏതായിരുന്നാലും ജനാസ എത്രയും വേഗം കൊണ്ടുപോയി മറവ് ചെയ്യണം എന്നത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. മാത്രമല്ല അത്ഭുതകരമായ ഒരു കാര്യം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചിറങ്ങിയിട്ടുണ്ട്. ഇദാ ഉലിഅത്തിൽ ജനാസതു വഹ്തമലഹ الرجാലു അലാ അനാഖിഹിം فإن كانت صالحة قالت قدموني قدموني وإن كانت غير صالحة قالت يا ويلها أين يذهبون بها يسمع صوتها كل شيء إلا الإنسان ولو سمعها الإنسان لصعقا. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുകയാണ്, ഇദാ ഉദിഅത്തിൽ ജനാസതു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജനാസ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അതാ മയ്യത്തെടുത്ത് കട്ടിലിൽ വെക്കപ്പെടുകയും വഹ്തമലഹ റിജാൽ, പുരുഷന്മാർ അതിനെ ചുമന്നുകൊണ്ടു പോവുകയും ചെയ്യുന്നതായാൽ അലാ അനാഖിഹിം, അവരുടെ അവരുടെ പെരടികളിന്മേൽ, ചുമലുകളിന്മേൽ അത് വഹിച്ചു കൊണ്ടുപോകുമ്പോൾ, ഇവിടെ നിങ്ങൾ നോക്കൂ, ജനാസയെ കൊണ്ടുപോകുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോ വഹ്തമലഹ റിജാലു, പുരുഷന്മാര് എന്നാണ് പ്രത്യേകം പറഞ്ഞത്. അത് സംബന്ധമായ ഒരു മസ്അല നമുക്ക് ശേഷം പറയാനുണ്ട്. ഏതോ ആകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ജനാസയും വഹിച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിക്കുന്നതായാൽ ഫൈൻ കാനത്ത് സാലിഹത്തൻ, നല്ല ആത്മാവാണെങ്കിൽ, നല്ല മയ്യത്താണെങ്കിൽ, ഖാലത്ത്, ആ മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോകൂ, എന്നെ പെട്ടെന്ന് കൊണ്ടുചെന്നാക്കൂ എന്നിങ്ങനെ മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട്, ജനാസ പറയുന്നുണ്ട്. വഇൻ കാനത് ഗൈറ സാലിഹത്തിൻ, നല്ലതല്ലാത്ത ചീത്തയായ മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ, മയ്യത്താണെങ്കിൽ, കാലത്തെ അത് വിളിച്ചു പറയുന്നുണ്ട്, യാ വൈലഹാ, നാശമേ, കഷ്ടമേ, അയിന യദ്ഹബൂന ബിഹാ, ഈ ആത്മാവും കൊണ്ട്, അതിനെയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ, ഈ ശബ്ദം എല്ലാ വസ്തുക്കളും കേൾക്കുന്നതാണ്. ഇല്ലൽ ഇൻസാന, മനുഷ്യനൊഴികെ. മനുഷ്യനെങ്ങാനും വലൗ സമിഅഹൽ ഇൻസാനോ, മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നുവെങ്കിൽ ലസൈഖ, അവൻ അപ്പോൾ തന്നെ അബോധാവസ്ഥയിൽ നിലംപതിക്കുമായിരുന്നു. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ജനാസ കൊണ്ടുപോകുന്ന നേരത്തരാ ഖബറിലേക്ക് എത്തിയിട്ടില്ല. ആ ഖബറിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ വിളിച്ചു പറയലെന്ന് നമുക്കറിഞ്ഞുകൂടാ. അല്ലാഹുവിന്റെ റസൂൽ അത് നമുക്ക് പഠിപ്പിച്ചു തന്നതുകൊണ്ട് നമ്മളത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കുന്നു. കാരണം ആ ശബ്ദം എല്ലാവരും കേൾക്കുമെന്ന് പറയുമ്പോ
അതൊരു ഭൗതികമായ നിലക്കുള്ള ശബ്ദം തന്നെയാണ്. കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അവൻ പറയുന്നത് ഖദ്ദിമൂനി, എനിക്ക് അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള സ്വർഗീയമായ സൗകര്യങ്ങളിലേക്ക്, ആനന്ദങ്ങളിലേക്ക്. കാരണം ആ ജനാസ, ആ മയ്യത്ത് മരണത്തിന്റെ മുമ്പേ, മരണത്തിന്റെ അവസരത്തിൽ കണ്ട് മനസ്സിലാക്കിയതാണ്. കാരണം റൂഹ് പിടിക്കാൻ വരുന്ന രംഗം നമ്മൾ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭം മുതൽക്ക് തന്നെ ആ മനുഷ്യന് ബോധ്യമായിട്ടുണ്ട് തന്റെ അവസ്ഥ ആശ്വാസകരമാണോ അല്ലേ എന്നുള്ളത്. അപ്പൊ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അവൻ നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് അവന്റെ റൂഹ് പിരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ ആവേശമാണ്. എത്രയും പെട്ടെന്ന് ഞാനൊന്ന് ഖബറിലെത്തിയെങ്കിൽ, എത്രയും പെട്ടെന്ന് എനിക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ആ ആനന്ദത്തിലേക്ക് എനിക്കൊന്ന് എത്താൻ കഴിഞ്ഞെങ്കിൽ എന്ന്. അതുകൊണ്ട് ഖദ്ദിമൂനി, എന്നെ ധൃതിയിൽ പെട്ടെന്ന് കൊണ്ടുപോകൂ, എന്നെ കൊണ്ടുപോകൂ വേഗത്തിൽ വേഗത്തിൽ എന്ന അർത്ഥത്തിൽ അത് പറയുന്നുണ്ട്. അതേ അവസരത്തിൽ കാഫിറായ ഫാസിഖായ മനുഷ്യനാണെങ്കിൽ മരണത്തിന്റെ നേരത്ത് തന്നെ അയാൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് തന്റെ പോക്ക് എങ്ങോട്ടാണ്, തന്റെ അവസ്ഥ എന്താണ്. തന്റെ റൂഹ് പിടിക്കുന്ന നേരത്ത് തന്നെ അയാൾക്ക് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നത്, എങ്ങോട്ട് കൊണ്ടുപോകുന്നു? കൊണ്ടുപോകല്ല, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകല്ല എന്ന് വിളിച്ച് ആർത്ത് കരഞ്ഞ് അട്ടഹസിക്കുന്നു. എത്ര ജനാസ നമുക്ക് മുമ്പിലൂടെ കടന്നുപോയി, എത്ര ജനാസകളുടെ പിന്നാലെ നമ്മൾ നടന്നുപോയി, എത്ര ജനാസകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. പക്ഷേ ഇന്ന് വരെ ഒരു ശബ്ദവും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പിന്നെ എന്തായി പറഞ്ഞിരുന്ന സംശയം തോന്നാൻ സാധ്യതയുള്ളത് കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അവസ്ഥ വിശദീകരിച്ചു തരുകയാണ്. ബാക്കി ഭാഗത്ത് യസ്മഉ സൗതഹാ, ആ ശബ്ദം കേൾക്കുക തന്നെ ചെയ്യുന്നതാണ്. കുല്ലു ശൈഇൻ, എല്ലാ വസ്തുക്കളും കേൾക്കുന്നതാണ്. ഇല്ലൽ ഇൻസാന, മനുഷ്യനൊഴികെ. മനുഷ്യനത് കേൾക്കാനുള്ള പ്രാപ്തിയില്ല. അവനെങ്ങാനും ആ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അത് താങ്ങാനാവാതെ പേടിച്ച് അവൻ അബോധാവസ്ഥയിൽ പ്രജ്ഞേറ്റ് നിലം പതിക്കുക തന്നെ ചെയ്യുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹു നമ്മെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ വിളിച്ചു പറയലൊക്കെ എന്താണ്, എങ്ങനെയാണ് അതിന്റെ രൂപം, ഒന്നും നമുക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മുഴുവൻ നമ്മൾ വിശ്വസിക്കുന്നു. അത് ഹഖാണ്. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ ഹഖാണ്. നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും ശരി, എന്റെ യുക്തിക്ക് അംഗീകരിക്കാൻ സാധിച്ചാലും ഇല്ലെങ്കിലും ശരി, അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ ഹഖാണ്. കാരണം സ്വന്തം ഇച്ഛപ്രകാരം അവിടുന്ന് സംസാരിക്കാറില്ല, സംസാരിച്ചിട്ടില്ല. അള്ളാന്റെ വഹയി കിട്ടിയിട്ടല്ലാതെ അവിടുന്ന് പറയാറില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതൊക്കെ സത്യാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. അപ്പൊ ഇത് നടക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി തന്നെ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ഈ ജനാസയെ അനുഗമിക്കൽ വളരെ പുണ്യകരമായ സംഗതിയാണ്. ജനാസയുടെ പിന്നാലെ പോകുന്നത് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് കുറെ ബാധ്യതകളുണ്ട്. 6 ബാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. 6 ബാധ്യതകളിൽ ഒന്ന് അവിടുന്ന് പല കാര്യങ്ങൾ എണ്ണി പറയുന്നു. നീ കണ്ടാൽ സലാം ചൊല്ലണം തുടങ്ങി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടുന്ന് പറയാണ്, ഇദാ മാത ഫത്തബിഉഹു, ആ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നീ ആ മനുഷ്യന്റെ ജനാസയെ നീ അനുഗമിക്കണം. അപ്പൊ ജനാസയുടെ പിന്നാലെ പോവുക, ജനാസയുടെ പിന്നാലെ പോവുക എന്നത് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ്. അതിലൂടെ നമുക്ക് പരലോക ചിന്തയും ഉണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു വാചകത്തിൽ കാണാം, ഉദുൽ മരീദ, നിങ്ങൾ രോഗിയെ സന്ദർശിക്കണേ. തബിഉൽ ജനായിസ, ജനാസകളെ നിങ്ങൾ പിന്തുടരുകയും ചെയ്യണേ. തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കുന്നു. പാരത്രിക ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തയില്ലായ്മയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് വന്നുപെട്ടിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം. അതുകൊണ്ട് തന്നെ ഒരു രോഗിയെ കാണാൻ പോകുമ്പോ, അതുപോലെ തന്നെ ഒരു മയ്യത്ത് സന്ദർശിക്കുമ്പോ
അതുപോലെ ഒരു ജനാസയുടെ പിന്നാലെ നമ്മൾ നടന്നു പോകുമ്പോ, ഒരു ജനാസയെ അനുഗമിക്കുമ്പോ, അതിന് സാക്ഷ്യം വഹിക്കുമ്പോ ഒക്കെ നമ്മുടെയും മനസ്സിൽ എന്ത് വരുന്നു? ഈ നിലക്കുള്ള ഒരു പാരത്രിക ബോധവും മരണചിന്തയും തികട്ടി വരുന്നു. അതുകൊണ്ട് അത് ചെയ്യാൻ പറഞ്ഞു. അതേ അവസരത്തിൽ ക്ഷമയുടെയും സഹനത്തിന്റെയും ഒക്കെ കാര്യത്തിൽ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പരിമിതികളും ഉള്ളവരായതുകൊണ്ട് സ്ത്രീ സമൂഹത്തോട് പുരുഷന്മാരോട് പറഞ്ഞതുപോലെ ഇങ്ങനെ ജനാസ വഹിച്ചു കൊണ്ടുപോകാനോ, ജനാസ തോളിലേറ്റി നടക്കാനോ, ജനാസയുടെ ഒപ്പം പോകാനോ സ്ത്രീകളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, നുഹീനാ അൻ ഇത്തിബാഇൽ ജനായിസി വലം യഅസം അലൈനാ, ജനാസകളെ പിന്തുടർന്നു പോകുന്നത് ഞങ്ങളോട് വിലക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളോട് അങ്ങനെ പോകണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ ജനാസയുടെ പിന്നാലെ പോകുന്ന ആ ഒരു പ്രത്യേക അവസ്ഥ സ്ത്രീ സമൂഹത്തോട് പ്രത്യേകം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. അതേ അവസരത്തിൽ വലം യഅസം അലൈനാ, ഞങ്ങളോടത് കണിശമായി അങ്ങനെ വിരോധിച്ചിട്ടുമില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജനാസ വഹിക്കലും അതിന്റെ പിന്നാലെ പോകലും അവർക്ക് ഹറാമാണെന്ന് പറയാൻ വകുപ്പില്ല. എന്നാൽ അവർക്ക് സുന്നത്തുമല്ല, ഹറാമല്ല, സുന്നത്തുമല്ല. ഈ അവസരത്തിൽ വല്ലവരും അങ്ങനെ പോകുന്നുവെങ്കിൽ അതൊരു അനുവദനീയതയുടെ പട്ടികയിൽ മാത്രമാണ് പെടുന്നത് എന്നാണ്. ഈ അവസരത്തിൽ അവർക്കത് സുന്നത്തില്ല. എന്നാൽ പോകരുത് എന്ന് കൽപ്പിക്കപ്പെട്ടെങ്കിലും കണിശമായി ഞങ്ങളോടത് ഹറാമാക്കുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുമില്ല എന്ന് ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹയുടെ ആ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ സംഭവത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ ആ നിലക്ക് അവരുടെ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് അത് ഹറാമല്ല എങ്കിലും അവർക്ക് സുന്നത്തുമല്ല. ഏതെങ്കിലും സ്ത്രീ അങ്ങനെ എപ്പോഴെങ്കിലും പോകുന്നുവെങ്കിൽ അതൊരു അനുവദനീയം മാത്രമാണ്. അവരുടെ കാര്യത്തിൽ അവർക്കത് പ്രത്യേകം സുന്നത്തോ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമോ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി പ്രിയപ്പെട്ടവരെ, അനുഗമിക്കൽ രണ്ട് രൂപത്തിലുണ്ട് നമുക്കതിന്റെ പുണ്യം കിട്ടാൻ. രണ്ട് രൂപത്തിൽ നമുക്ക് ജനാസ അനുഗമിച്ച പുണ്യം നേടാം. ഒന്ന് പരിപൂർണമായ പ്രതിഫലത്തിന്റെ രൂപമാണ്. പരിപൂർണമായും നമുക്ക് ജനാസയുടെ പിന്നാലെ പോയതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടണമെങ്കിൽ മുഴുവൻ സമയവും അതിന്റെ ഒപ്പമുണ്ടായിരിക്കണം. അഥവാ ആ മരിച്ച സഹോദരന്റെ ഭവനത്തിൽ ചെല്ലുകയും ആ ജനാസയ്ക്ക് ഹാജരാവുകയും എന്നിട്ട് ആ ജനാസയുടെ പിന്നാലെ പോവുകയും നമസ്കാരം നിർവഹിക്കുകയും പിന്നീട് ആ ഖബർസ്ഥാനിലേക്ക് പോവുകയും ആ ജനാസ മറമാടപ്പെടുവോളം താമസിച്ചു നിൽക്കുകയും അതിന്റെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തതിന്റെ ശേഷം മാത്രം മടങ്ങിപ്പോരുകയും ചെയ്യുന്ന രീതി, അതാണ് പൂർണ്ണമായ രൂപം. അതാണ് പൂർണ്ണമായ രൂപം. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനിത്തബഅ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബാ വകാന മഅഹു ഹത്താ യുസല്ല അലൈഹാ വയഫ്റുഗ മിൻ ദഫനിഹാ ഫഇന്നഹു യർജിഉ മിനൽ അജ്രി ബിഖിറാതൈൻ കുല്ലു ഖിറാത്തിൻ മിസ്ലു ഹദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനിത്തബഅ ജനാസത മുസ്ലിമിൻ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ജനാസയെ പിന്തുടർന്നാൽ, അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ട് ഉപാധി പറയുന്നുണ്ട്. ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടി, വഹ്തിസാബൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലേച്ഛയോടുകൂടി. അഥവാ നമ്മൾ ചിന്തിക്കണം, പലപ്പോഴും ആളുകൾ മരിച്ചയിടത്ത് ഹാജരാകാറുണ്ട്, രോഗിയെ സമീപിക്കാറുണ്ട്, ജനാസയുടെ പിന്നാലെ പോകാറുണ്ട്, ജനാസയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ നിയ്യത്ത് നന്നല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്തേ നിയ്യത്ത് നന്നാകാതിരിക്കൽ? ചിലതൊക്കെ ജനാസയുടെ പിന്നാലെ പോകും. എന്തേ കാരണം? പോയിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? പോയിട്ടില്ലെങ്കിൽ എന്നെ കുറിച്ച് എന്റെ കുടുംബങ്ങൾ എന്ത് ധരിച്ചു വെക്കും? ആളുകൾ പറയില്ലേ, ഇന്നയാള് അനുഭരിച്ചിട്ട് ആ വീട്ടിൽ ഇന്നയാള് വന്നുവോ, ജനാസയുടെ പിന്നാലെ ഇന്നയാള് പോയോ, ഖബർസ്ഥാനിലേക്ക് ഇന്നയാള് പോയോ എന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പോ ഞാൻ എന്ത് സമാധാനം പറയും? അതുകൊണ്ടൊന്ന് പോവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പണക്കാരുടേത് മാത്രം നോക്കിയിട്ട് പോകുന്നവരുണ്ട്. കാരണം ആ പണക്കാരന്റെ വീട്ടിലൊരു മരണം നടന്നിട്ട് പോയാൽ എനിക്ക് ഭൗതികമായി ചില നേട്ടങ്ങൾ ആ പണക്കാരുടെ വീട്ടിൽ നിന്ന് കിട്ടാനുണ്ട്. ആ ഉദ്ദേശാർത്ഥം ആ ജനാസയിലും മറ്റു സംസ്കരണ ചടങ്ങുകളിലുമൊക്കെ ഞാൻ പങ്കെടുത്താലേ
ഭാവിയിലുള്ള എന്റെ ജീവിതത്തിന് സാമ്പത്തികമായ പല ഉപകാരങ്ങളും ആ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടുകയുള്ളൂ. ഞാൻ വിട്ടുനിന്നാൽ, മാറി നിന്നാൽ ഞാൻ ആക്ഷേപിക്കപ്പെടും, ഞാൻ പരിഗണിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ടവനായി പോകുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങളും താല്പര്യങ്ങളും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പേരിനും പ്രശസ്തിക്കുമൊക്കെ ആയിക്കൊണ്ട് ജനാസയുടെ ഒപ്പം പോകുന്നവരും ഖബർസ്ഥാനിൽ ജനാസ സംസ്കരണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരും ധാരാളമുണ്ട്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനൊക്കെ പോകുമ്പോ ഈമാൻ വേണം, ഈമാൻ വേണം. വഹ്തിസാബൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണ് മോഹിക്കേണ്ടത്. പടച്ച തമ്പുരാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഞാൻ ഈ മുസ്ലിമായ മനുഷ്യന്റെ ജനാസയിൽ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളിലും ഭാഗവാക്കായതിന് എനിക്കെന്റെ റബ്ബ് നിശ്ചയിച്ച പ്രതിഫലം എനിക്കും കിട്ടണം. ആ നിലക്ക് അല്ലാഹുവിലും പരലോകത്തിലുമൊക്കെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടും അള്ളാന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലത്തെ മാത്രം മോഹിച്ചുകൊണ്ടും ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ജനാസ പിന്തുടർന്നാൽ അങ്ങനെ വകാന മഅഹു, ആ ജനാസയുടെ കൂടെ തന്നെ ഈ മനുഷ്യനായി ഹത്താ യുസല്ലാ അലൈഹാ, നമസ്കരിക്കപ്പെടുന്നത് വരെ ആ ജനാസയുടെ പിന്നാലെ ആളുണ്ട്. വയഫറുഗ മിൻ ദഫ്നിഹാ, നിസ്കാരവും കഴിഞ്ഞിട്ട് അയാൾ മടങ്ങിപ്പോന്നില്ല, ജനാസയുടെ പിന്നാലെ തന്നെ പുറപ്പെട്ടിട്ട് ഖബർസ്ഥാനിലെത്തിയിട്ടുണ്ട്. ആ സംസ്കരണ ചടങ്ങുകളിൽ മറമാടുന്ന നേരത്തും അയാൾ ഒപ്പമുണ്ട്. അങ്ങനെ പരിപൂർണമായും ആ നിലക്ക് ജനാസയുടെ കൂടെ ഒരു മുസ്ലിമായ മനുഷ്യൻ കഴിയുന്നുവെങ്കിൽ ഫഇന്നഹു യർജിഉ മിനൽ അജ്രി, തീർച്ചയാണ് കേട്ടോ ആ മനുഷ്യനതാ ബിഖിറാത്തൈൻ, 2 ഖിറാത്ത് പ്രതിഫലം കൊണ്ട് മടങ്ങുന്നു. 2 ഖിറാത്ത് പ്രതിഫലം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ എന്താ ഖിറാത്ത്? നമുക്കൊക്കെ സംശയം തോന്നുന്നില്ലേ? നമുക്കെല്ലാം സംശയം തോന്നുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, കുല്ലു ഖിറാത്തിൻ മിസ്ലു ഉഹദിൻ, കുല്ലു ഖിറാത്തിൻ മിസ്ലു ഉഹദിൻ, ഓരോ ഖിറാത്തും ഉഹദ് മലയോളമാണ്. ഒരു ഖിറാത്ത് എന്ന് പറയുന്നത് തന്നെ ഉഹദ് മലയോളമാണ്. വലിയ വലിയ സംഭവങ്ങളെ, വലിയ വലിയ അളവും കാര്യങ്ങളുമൊക്കെ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഉഹദ് പർവ്വതത്തോടാണ് ഉപമിക്കാറുള്ളത്. കാരണം മദീനയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പർവ്വതമാണ് ഉഹദ് മല. ആ മലയോളമാണ് ഒരു ഖിറാത്ത് എന്ന് പറയുന്നത്. അങ്ങനത്തെ 2 ഖിറാത്താണ്. അപ്പൊ 2 ഉഹദ് മലയോളം ഏറ്റവും വലിയ പുണ്യവുമായിട്ടാണ് മുസ്ലിം മടങ്ങി പോരുന്നത്. ഇതാണ് പരിപൂർണമായ അതിന്റെ രൂപം. ഇനിയോ ഒരു പകുതി പ്രതിഫലം കിട്ടുന്ന രൂപമുണ്ട്. അതെന്താണ്? വമൻ സ്വല്ലാ അലൈഹാ, ആരെങ്കിലും ജനാസയുടെ പിന്നാലെ പോയി വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെ എന്നിട്ട് നമസ്കാരം കഴിയുന്നത് വരെ മാത്രമേ നിന്നുള്ളൂ. വമൻ സ്വല്ലാ അലൈഹാ, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ട് സുമ്മ റജഅ, പിന്നീട് ആ മനുഷ്യൻ മടങ്ങിപ്പോന്നു. ഖബലൻ തുദ്ഫന, ഖബറടക്ക ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കാതെ നിസ്കാരം നിർവഹിച്ച് അതുകൊണ്ട് മാത്രം മതിയാക്കിയിട്ട് മടങ്ങിപ്പോരുകയാണെങ്കിൽ ഫഇന്നഹു യർജിഉ ബിഖിറാത്ത്, അവൻ ഒരു ഖിറാത്ത് കൊണ്ട് മടങ്ങിപ്പോരുന്നു. ഒരു ഖിറാത്താണ് അവന് കിട്ടുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ പ്രതിഫലത്തിലെ വ്യത്യാസം, പ്രതിഫലത്തിലെ വ്യത്യാസം നോക്കൂ. ഇതറിയാതെ ഈ ഗൗരവം, ഇത്ര വിഷയം ഗൗരവമാണെന്ന് മനസ്സിലാക്കിയപ്പോ സ്വഹാബാക്കളിൽ പ്രമുഖനായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കേൾക്കുകയാണ്. ഇത്ര വലിയ പുണ്യം ഓഫർ ചെയ്യപ്പെട്ട ഒരു കാര്യമാണതെന്ന് അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു അബൂ ഹുറൈറയിൽ നിന്ന് കേട്ടപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിശ്വസിക്കാനാകുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അദ്ദേഹം അത് കേട്ടിട്ടുമില്ല. അദ്ദേഹം അതാ സംശയം തീർക്കാൻ വേണ്ടി അതാ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് ഒരാൾ പറഞ്ഞേക്കുകയാണ്, ഒരു ദൂതനെ പറഞ്ഞേക്കുകയാണ്. ഇങ്ങനെ ഒരു ഹദീസ് ഞാൻ കേൾക്കുന്നു, അത് ശരിയാണോ? അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ മറുപടി തിരികെ ദൂതനോട് പറഞ്ഞേച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു സങ്കടപ്പെട്ടുകൊണ്ട് പറയാണ്, ലഖദ് ഫറത്നാ ഫീ ഖറാരീത്തിൻ കസീറാ, എത്രയെത്ര ഖിറാത്തുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്.
എത്ര ഖിറാത്തുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അറിഞ്ഞില്ലല്ലോ ഇതിന്റെ ഗൗരവം എത്ര ഉണ്ടെന്ന്. ആ വാക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കേട്ടതിന്റെ ശേഷം ഒരു ജനാസയിലും വെറും നിസ്കാരത്തിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മടങ്ങി പോന്നിട്ടില്ല. അദ്ദേഹം ജനാസയുടെ കൂടെ തന്നെ ഈ പരിപൂർണമായ പ്രതിഫലത്തിന് വേണ്ടി ചുറ്റിക്കൂടാറുണ്ടായിരുന്നു എന്ന് അതാ മഹാനവറുകളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. സ്വഹാബത്ത് അങ്ങനെയാണ്. അവരും നമ്മളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമാണ്. അവർക്കൊരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അത് ശരിയാണോ എന്നേ അവർ അന്വേഷിക്കുന്നുള്ളൂ. അത് ശരിയാണെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാക്കൊന്ന് പ്രവൃത്തിയൊന്ന്, അവരുടെ വിശ്വാസമൊന്ന് പ്രവൃത്തിയൊന്ന്, അങ്ങനത്തെ ഒരു രണ്ട് സമീപനം അവർക്കില്ല. അതാ സത്യമങ്ങ് മനസ്സിലായി കഴിഞ്ഞപ്പോ സ്വഹാബത്തതാ ഉഹദ് മലയോളം പുണ്യമാണ്, 2 ഉഹദ് മലയോളം പുണ്യമാണ് എന്ന് കേട്ടപ്പോ പിന്നെ ആ കാര്യത്തിൽ അവർക്ക് വലിയ ശ്രദ്ധയാണ്. അത്ര വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളിന്ന് ആരെങ്കിലും മരിച്ചാൽ, നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഗൾഫ് ജീവിതത്തിൽ ഒരു മരണസ്ഥലത്ത് ഹാജരാവുക എന്നത് തന്നെ വളരെ അപൂർവമാണ്. നാട്ടിലാകുമ്പോൾ അത് പിന്നെയും കിട്ടും. ഇനി ഹാജരായാൽ തന്നെ പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിലും പലയിടത്തുമുള്ളൊരു സമ്പ്രദായം എന്താണ്, ചില ആളുകൾ ജനാസയുടെ അടുക്കൽ ഒരു കാര്യമായ പുണ്യമായിട്ട് കണ്ടതെന്താ, ഒന്ന് പോകുക, ആ മൂടുപടം ഒന്ന് നീക്കുക, മുഖം ഒന്ന് കാണുക, ഇങ്ങോട്ട് പോരുക, തിരിച്ചു പോരുക. ഇതോടുകൂടി അവരുടെ ചടങ്ങ് കഴിഞ്ഞു. ഒരു കാര്യം അതുകൊണ്ടില്ല, അതുകൊണ്ടൊന്നും കിട്ടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജനാസയുടെ പിന്നാലെ പോ. ആ ജനാസയുടെ പിന്നാലെ പോകാൻ നമുക്കിന്ന് ക്ഷമയില്ല. നമ്മുടെയൊക്കെ നാടുകളിൽ കാണാം, അതാ ജനാസക്ക് പങ്കെടുക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. പണക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങളൊക്കെയുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ പേരും പ്രശസ്തിയും ഒക്കെയുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി ലീഡർമാരാണെങ്കിൽ, മതഭക്തിക്കല്ല രാഷ്ട്രീയമായ ശക്തി തെളിയിക്കാനൊക്കെയുള്ള നിയ്യത്തോടുകൂടി പോകുന്നവരും ഉണ്ട്. നമ്മുടെ നേതാവിന്റെ ജനാസ സംസ്കരണത്തിന് ലക്ഷങ്ങൾ തടിച്ചുകൂടണം എന്ന നിയ്യത്തോടെ പോകുന്നവരുമുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. നേരത്തെ പറഞ്ഞതുപോലെ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മരിച്ചയിടത്ത് പോകുന്നവരും, ജനാസയെ പിന്തുടരുന്നവരും, നിസ്കാരത്തിന് ഹാജരാകുന്നവരും, ഖബർസ്ഥാനിൽ ഹാജരാകുന്നവരും ഒക്കെ ഉണ്ട് എന്നേ സൂചിപ്പിച്ചിട്ടുള്ളൂ. നമുക്ക് ആബോധമുണ്ടാകരുത്. നമുക്ക് അല്ലാഹുവിലുള്ള വിശ്വാസമായിരിക്കണം, പരലോകബോധമായിരിക്കണം. ഒരാളെ ബോധ്യപ്പെടുത്താൻ ല്ല, ഒരാളെയും കാണിക്കാനല്ല, ഒരാളിൽ നിന്നും ഭൗതികമായി ഒന്നും പറ്റാനുമല്ല, മറിച്ച് റബ്ബേ എനിക്ക് നീ നിശ്ചയിച്ച പ്രതിഫലം കിട്ടണമെങ്കിൽ ഞാൻ പങ്കെടുത്തേ പറ്റൂ എന്ന നിലക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ മനുഷ്യന് സഹനശേഷി വേണം. കണ്ടിട്ടില്ലേ, പാവപ്പെട്ടവന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന ഒരു 4 ആളുണ്ടാവും. ആ മരിച്ച വീട്ടിലൊരു 4 പേരുണ്ടാകും. ജനാസയുടെ കൂടെ വളരെ കുറഞ്ഞ ആളുകൾ. ഇനി ജനാസയുടെ കൂടെ പോയാൽ തന്നെയും അതാ നിസ്കാരം കഴിഞ്ഞ് ധാരാളം ആളുകൾ മടങ്ങിപ്പോരുന്നു. ഒരു 10, 100, 200 ആളുകളുള്ളവർ ജനാസയാണെങ്കിൽ, ഇനി അതല്ല 1000ഓളം ആളുകളുള്ളവർ ജനാസയുടെ യാത്രയാണെങ്കിൽ, നിങ്ങൾ നോക്കൂ, നിസ്കാരം കഴിഞ്ഞ് ആ ഖബർസ്ഥാനിലേക്ക് ഖബറടക്ക ചടങ്ങിന് പോകുന്നവർ എത്ര പേരുണ്ട്? അവിടുന്ന് പിരിഞ്ഞു പോരും, പകുതിയോളം 3/4ഓളം പിരിഞ്ഞു പോരും. പിന്നെ ആ ഖബർ അടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ വളരെ വിരളമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ആ അവസരം പാഴാക്കിക്കൂടാ, ആ അവസരം പാഴാക്കിക്കൂടാ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇവിടെയൊക്കെ അതാ മയ്യത്ത് കുളിപ്പിക്കാനും അതുപോലെ തന്നെ കഫൻ ചെയ്യാനും ആ ജനാസയുടെ പിന്നാലെ പോകാനും ഖബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കാനുമൊക്കെ ഇവിടെയുള്ള ഒരുപാട് അറബ് സഹോദരങ്ങൾ ആ മയ്യത്ത് അവരുടെ കുടുംബക്കാരായിട്ടല്ല, ഏതെങ്കിലും പരിചയക്കാരായിട്ടല്ല, അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് പുണ്യം കിട്ടുന്ന ഒരു സൽക്കർമ്മമാണല്ലോ എന്ന ഈമാനോടുകൂടി എത്രയോ അറബ് സഹോദരങ്ങൾ അവർക്കൊരു പരിചയവുമില്ലാത്ത ജനാസയുടെ പിന്നാലെ പോകുന്നതും ഖബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും നിത്യസംഭവമായി നമ്മൾ ഇവിടെ കാണാറില്ലേ? ആ ഒരു ചിന്ത നമുക്കില്ല. നമുക്ക് അവസരം കിട്ടിയാലും നമുക്ക് വേണ്ട, ക്ഷമല്ല. ഒന്ന് പോയി കണ്ടു, ആരെയൊക്കെ ബോധ്യപ്പെടുത്താനൊന്ന് പോയി പോന്നു എന്ന് മാത്രം. അതല്ലാതെ ഈ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന ആളുകൾ കുറഞ്ഞു വരുന്ന ഒരു ലോകത്താണ് നമ്മൾ
ഉള്ളതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു രോഗം നമ്മെ ബാധിച്ചുകൂടാ. ആ ഒരു രൂപത്തിലുള്ള ഈമാനിക ദൗർബല്യം നമ്മെ പിടികൂടിക്കൂടാ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ അനുഗമിക്കലും നമസ്കാരത്തിൽ പങ്കെടുക്കലും ഖബറടക്ക ആ സമ്പ്രദായത്തിൽ ആ അവസരത്തിൽ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകലുമൊക്കെ ഏറെ പുണ്യമുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പ്രിയപ്പെട്ടവരെ, അനുഗമിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? പല സമൂഹത്തിലും ജനാസ കൊണ്ടുപോകുമ്പോ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ പല രൂപത്തിലുള്ള സംസ്കാരങ്ങളുണ്ട്. ബാൻഡ് മുട്ടിയിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന സമൂഹമുണ്ട്. കുഴൽ വിളിച്ചുകൊണ്ട് ജനാസ കൊണ്ടുപോകുന്ന സമൂഹങ്ങളുണ്ട്. ചെണ്ട മുട്ടിയിട്ട് വാദ്യതാളമേളങ്ങളോടുകൂടി, അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിന് വലിയ ദുഃഖം ഘനീഭവിപ്പിക്കുന്നു എന്ന് തോന്നിക്കുന്ന നിലക്കുള്ള സംഗീത ശബ്ദങ്ങളിലൂടെ ജനാസയുടെ ഒപ്പം പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ശബ്ദമുയർത്തി പോകുന്ന ആളുകളുണ്ട്. വർത്തമാനം പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പല രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമികമായി ആ ഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജനാസയുടെ പിന്നാലെ പോകുമ്പോ അതാ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഖുർആൻ ഓതുകയാണോ? ദിക്റുകൾ ചൊല്ലുകയാണോ? ക്രൈസ്തവർ അവരുടെ ശവമഞ്ചത്തോടൊപ്പം ബൈബിൾ വചനങ്ങൾ, വിലാപ കാവ്യങ്ങളുമൊക്കെ അതുപോലെ തന്നെ സ്തോത്രങ്ങളുമൊക്കെ ചൊല്ലിയിട്ട് പോകാറുണ്ട്. അതുപോലെ തന്നെ സംഗീതം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകാറുണ്ട്. ജനാസയുടെ പിന്നാലെ പോകുമ്പോ വളരെ അടക്കമാണ് വേണ്ടത്, ഒതുക്കമാണ് വേണ്ടത്, മൗനമാണ് വേണ്ടത്, ചിന്തയാണ് വേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിന്റെ സമ്പ്രദായം, കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരുടെ പതിവ് എന്താണ്? യക്റഹൂന റഫ്അ സൗതി ഇൻദൽ ജനായിസ്, ജനാസയുടെ കൂടെ അല്ലെങ്കിൽ ജനാസയുടെ അരികിൽ അവർ ശബ്ദമുയർത്തുന്നതിനെ അവർ വെറുക്കാറുണ്ടായിരുന്നു. ശബ്ദമുയർത്താൻ പാടില്ല, ശബ്ദമുയർത്താൻ പാടില്ല. ലാ തുത്ബഉൽ ജനാസ ബിസൗത്തിൻ വലാ നാരിൻ, ശബ്ദം കൊണ്ടോ അതല്ലെങ്കിൽ അഗ്നി കൊണ്ടോ തീ കൊണ്ടോ ഒന്നും തന്നെ ജനാസയുടെ പിന്നാലെ പോകപ്പെടരുത്. ചില ആളുകള് വിളക്ക് കൊളുത്തിയിട്ട് ഒരു പ്രത്യേക ദീപം കൊളുത്തിയിട്ടൊക്കെ പിന്നാലെ പോകുന്നിട്ടില്ലേ? പല മതവിഭാഗങ്ങളിലും ചിലർ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പിന്നാലെ പോകും. ഇങ്ങനെ വെളിച്ചത്തിന്റെ ആവശ്യാർത്ഥം, രാത്രി ഒരു ജനാസ കൊണ്ടുപോകുകയാണെങ്കിൽ വെളിച്ചത്തിന്റെ ആവശ്യാർത്ഥം ചിലപ്പോൾ തീ കത്തിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ തന്നെ ഒരു ദീപം തെളിയിക്കലും ഒരു ദീപം കൊളുത്തലും ഒക്കെ ആയിട്ട് പിന്നാലെ അതും കൊണ്ട് പോകുന്നവർ, അങ്ങനെ തീ കൊണ്ട് പിന്നാലെ പോകരുത്. ചില മനുഷ്യന്മാര് യാതൊരു നിലക്കുള്ള ലജ്ജയുമില്ലാതെ ജനാസയുടെ പിന്നാലെ പോകുമ്പോൾ പോലും സിഗരറ്റ് വലിച്ച് ബീഡി വലിച്ചൂരി നടക്കുന്ന കാഴ്ച കാണാറില്ലേ? നാറുകൊണ്ട് പിന്നാലെ തുടരപ്പെടരുത് എന്ന് പറഞ്ഞതിൽ ഇതും പെടില്ലേ? പുകവലി ഏതവസരത്തിലും നിഷിദ്ധമായ സംഗതിയാണ്. പക്ഷേ ഈ അവസരത്തിലും ആ വൃത്തികേട് ചെയ്യുന്ന മനുഷ്യന്മാരില്ലേ? എന്താണ് കാരണം? ജനാസയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ഒന്നും അവരുടെ മനസ്സിലേക്ക് ഏശിയിട്ടില്ല. ചിലരിങ്ങനെ കുന്തിരിക്കം പുകച്ചുകൊണ്ട് അതുമായിട്ട് നടന്നു പോകും. അതുപോലെ തന്നെ ഉലുവാൻ പുകച്ചുകൊണ്ട് അതിൽ തീയിട്ട് ഉലുവാൻ പുകച്ചുകൊണ്ട് സാമ്പ്രാണി പുകച്ചുകൊണ്ടൊക്കെ പിന്നാലെ നടക്കാറുണ്ട്. അതൊന്നും പാടില്ലാത്തതാണ്. ജനാസയുടെ പിന്നാലെ പോകുമ്പോ വളരെയേറെ ചിന്തയോടുകൂടിയാണ് പോകേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ തഹ്ലീൽ ചൊല്ലിക്കൊണ്ട് ചിലരെ മയ്യത്തിന്റെ പിന്നാലെ പോകാറുണ്ട്. ഒരാൾ ചൊല്ലിക്കൊടുത്ത മറ്റുള്ളവരിങ്ങനെ ഏറ്റു ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ചൊല്ലിക്കൊണ്ട് ജനാസയുടെ പിന്നാലെ ആളുകൾ പോകാറുണ്ട്. ശരിയല്ല, ശരിയല്ല പ്രിയപ്പെട്ടവരെ. ജനാസയുടെ പിന്നാലെ അങ്ങനെ പോകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയോട് വെറുപ്പുണ്ടായിട്ടല്ല, അല്ലാഹുവിന്റെ റസൂല് നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, അലി റളിയല്ലാഹു തആല അൻഹു അതാ അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യാ അബാ സഈദ്, ഓ അബൂ സഈദേ, ഇദാ മശൈത ഖൽഫ അഖീകൽ മുസ്ലിം, മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജനാസയുടെ പിന്നാലെ നീ അനുഗമിക്കുമ്പോ ഫൻസിത് ഫൻസിത്, നീ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? നീ മൗനം പാലിക്കണം, മിണ്ടാതിരിക്കണം.
വഫക്കിർ ഫീ നഫ്സിക, നിന്റെ മനസ്സിൽ നീ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണം. കഅന്നക ഖദ് സിർത മിസ്ലഹു, നീയും ആ പോകുന്ന ജനാസയുടെ സ്ഥാനത്തുള്ളതുപോലെ നീ നിന്നെ കാണണം. നിന്റെ അവസ്ഥയോർത്തുകൊണ്ട് നീ വളരെ ദുഃഖിക്കണം. നിന്റെ മനസ്സിൽ വേദന പിടികൂടണം. നിന്റെ കണ്ണുകൾ ഈറനണിയണം. നിന്റെ ഖൽബിൽ ബോധമുണ്ടാകണം. ജനാസയുടെ പിന്നാലെ പോകുമ്പോ അതാണ് പ്രിയപ്പെട്ടവരെ വേണ്ടത്. നീ കാണുന്നില്ലേ എന്താണ് ആ മയ്യത്ത് എവിടേക്കാണ് പോകുന്നത്, എവിടെ നിന്നാണ് ആ മനുഷ്യൻ പുറപ്പെട്ടത്? അല അയ്യുഹന്നാസി ലിയൗമി റഹീലിഹി അറാക അനിൽ മൗതിൽ മുഫർരിഖി ലാഹിയാ അലം തഅ്തബിർ ബില്ലാഹിനീന ഇലൽ ബലാ വതർകീഹിമുദ് ദുനിയാ ജമീഅൻ കമാ ഹിയാ ولم يخرجوا إلا بقطن وخرقة وما عامروا من منزل ظل خاليا وأنت غدا أو بعده في جوارهم وحيدا فريدا في المقابر ثاويا. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്തയാണത്. മരണത്തെക്കുറിച്ച് മറന്നുപോയ മനുഷ്യ, നിന്റെ മുമ്പിലൂടെ ജനാസകൾ എത്രയാണ് കടന്നു പോകുന്നത്, എത്രയെത്ര ആളുകളുടെ ജനാസയാണ് നിന്റെ മുന്നിലൂടെ പോകുന്നത്. നീ ചിന്തിച്ചു നോക്കിയോ ആ മനുഷ്യനാരായിരുന്നു? നിന്നെപ്പോലെ ഒരു മനുഷ്യൻ, പച്ചയും മാംസവുമുള്ള മനുഷ്യൻ, ഭാര്യയും മക്കളും അതുപോലെ തന്നെ ഭർത്താവും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, സുഖങ്ങളുടെ ലോകത്ത് ജീവിച്ച മനുഷ്യൻ, ഇപ്പൊ എന്താണ് അയാളുടെ കൈമുതൽ? വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ അമറു മിൻ മൻസിലിൻ വല്ല ഖാലിയാ. എത്ര വലിയ പണക്കാരനാവട്ടെ, എത്ര വലിയ പണക്കാരി പെണ്ണാവട്ടെ, എന്താണ് കൊണ്ടുപോകുന്നത്? കഫൻ പുടവയിൽ പൊതിയപ്പെട്ട ശരീരത്തിൽ എന്താണ് ബാക്കിയുള്ളത്? വല്ലതും ബാക്കിയുണ്ടോ? ദുനിയാവിൽ വെട്ടിപ്പിടിച്ച വല്ല സമ്പത്തുമുണ്ടോ? എന്താണ് ആ മനുഷ്യന് തുണയായിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ അമലല്ലാതെ. അയാൾ കെട്ടിയുണ്ടാക്കിയ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ സ്വരുക്കൂട്ടിയിട്ടുണ്ടാക്കിയ അയാളുടെ ഭവനം അതാ മറ്റുള്ള അവകാശികൾക്ക് വിട്ട് കാലിയാക്കിക്കൊണ്ട് ആ മനുഷ്യൻ ഇറങ്ങിപ്പോകേണ്ടി വന്നില്ലേ? അതുകൊണ്ട് മനുഷ്യ, ഇന്നല്ലെങ്കിൽ നാളെ നീയും അതാ ഈ മനുഷ്യനെ പോലെ യാത്ര പോയിട്ട് വഹീദൻ ഫരീദൻ ഫിൽ മഖാബിരി സാവിയാ, ഖബർസ്ഥാനിൽ മഖ്ബറയിൽ നീ ഒറ്റക്ക് പോയി കിടക്കേണ്ട ദിവസത്തെ കുറിച്ച് നീ ചിന്തിച്ചുവോ? ആ ബോധത്തോടെ ജനാസയുടെ പിന്നാലെ പോകണം. ആ ബോധത്തോടെ ജനാസയുടെ പിന്നാലെ പോകണം. ബുർദബൈത്ത് ചൊല്ലിക്കൊണ്ടല്ല ജനാസയുടെ പിന്നാലെ പോകേണ്ടത്. ഖുർആൻ ഓതിക്കൊണ്ടല്ല ജനാസയുടെ പിന്നാലെ പോകേണ്ടത്. ദിക്റുകൾ ചൊല്ലിക്കൊണ്ടല്ല, ആ നിലക്ക് ശബ്ദമുയർത്തിക്കൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ അതവന്റെ കൃത്യമായി അവന്റെ മനസ്സിലുണ്ടാകണം. മരണബോധമുണ്ടാകണം. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കേട്ടില്ലേ? നീ മിണ്ടാതിരുന്നോ, നിന്റെ മനസ്സിൽ ഇങ്ങനെ നീ ചിന്തിച്ചോ, നീയും അതുപോലെ തന്നെ ഒരു ദിവസം ആകാനുള്ളയാളാണെന്ന ബോധത്തോടെ. അതായിരുന്നു മുൻഗാമികൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു വന്നത് ജനാസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ്. ജനാസയുടെ കൂടെ നടന്നു നീങ്ങുന്ന സന്ദർഭത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബിമാരുടെയും ഒക്കെ പതിവ് വളരെയേറെ ദുഃഖം കലർന്ന മനസ്സുമായും വളരെയേറെ മൗനം പൂണ്ട അവസ്ഥയിലുമായിരുന്നു എന്ന് ധാരാളം റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാന ഇദത്തബഅ ജനാസതൻ അക്സറ സുംത വറുഇ അലൈഹിൽ കആബ വഅക്സറ ഹദീസൻ നഫ്സി. അവിടുന്ന് ജനാസയെ അനുഗമിക്കുന്ന നേരത്ത് വളരെയേറെ മൗനം പാലിക്കാറുണ്ടായിരുന്നു.
സുദീർഘമായ മൗനമായിരുന്നു അവിടുത്തേക്കുണ്ടായിരുന്നത്. അവിടുത്തെ മുഖത്ത്, അവിടുത്തെ പെരുമാറ്റങ്ങളിൽ വളരെയേറെ ദുഃഖം ഘനീഭവിച്ച് നിൽക്കാറുണ്ടായിരുന്നു, ദുഃഖം കാണപ്പെടാറുണ്ടായിരുന്നു. തന്റെ മനസ്സിനോട് കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ ജനാസ എവിടേക്കാണ് പോകുന്നത്? ചെന്നെത്തിയാലുള്ള ഖബറിലെ സ്ഥിതി എന്താണ്? അഭിമുഖീകരിക്കാനുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്? ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും എന്റെ സ്ഥിതി എന്നെല്ലാം ആലോചിച്ചുകൊണ്ടാണ് ഒരു ജനാസയുടെ കൂടെ ഒരു മുസ്ലിം നടക്കേണ്ടത്, ജനാസയുടെ കൂടെ പോകേണ്ടത്. മാത്രമല്ല, ഖബറിന്റെ സമീപത്തെത്തിയാലും അവിടെ ആ ചടങ്ങുകൾക്ക് സാക്ഷിയാകുന്ന നേരത്തും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് പറയുന്നത്, ഞങ്ങൾ വളരെ അച്ചടക്കം പാലിച്ചിരുന്നു, വളരെയേറെ ശാന്തത പാലിച്ചിരുന്നു. മാത്രമല്ല, ഒരു ജനാസയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ദുഃഖം അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളുടെയും മുഖത്ത്, അവരുടെ പെരുമാറ്റങ്ങളിൽ 2-3 ദിവസങ്ങളോളം തളം കെട്ടി നിൽക്കാറുള്ള ഒരു പ്രത്യേകമായ അവസ്ഥയും, മാനസികമായി മരണത്തോട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ അവരുടെ മനസ്സിലെപ്പോഴും കൊണ്ട് നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മനസ്സിന്റെ എല്ലാ അവസ്ഥകളും, ആ മരണപ്പെട്ടു പോയ വ്യക്തിയെ കുറിച്ചുള്ള ചിന്തകളും, അദ്ദേഹത്തിന്റെ ഖബറിലെ സ്ഥിതി ഇപ്പോഴെന്താണ് റബ്ബേ, എന്തായിരിക്കും അദ്ദേഹം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികൾ, അവസ്ഥകൾ, അദ്ദേഹം റബ്ബിന്റെ മലക്കുകളുടെ ചോദ്യത്തെ നേരിടുകയാണല്ലോ, അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണ്? ഈ രൂപത്തിൽ മരണപ്പെട്ടു പോയ ആളുടെ ആ ഖബർ ജീവിതവും അദ്ദേഹത്തിന്റെ പരലോകവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടും, അതുപോലെ തന്നെ താനാണ് ആ സ്ഥാനത്ത് ഇന്ന് ഖബറിൽ കിടക്കുന്നവനെങ്കിൽ റബ്ബേ എന്റെ സ്ഥിതി എന്താണ് എന്നോർത്തുകൊണ്ട് ഒരാത്മവിചാരണക്ക് സമയം കണ്ടെത്തിക്കൊണ്ടും സ്വഹാബത്തും താബീഈങ്ങളുമൊക്കെ ജനാസയിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവരായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലതാ ജനാസയുടെ കൂടെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരാൾ ചിരിക്കുന്നത് കാണുകയാണ്. ആ ചിരിക്കുന്നത് കണ്ട നേരത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വളരെ ദേഷ്യം പിടിച്ചുകൊണ്ട് ആ മനുഷ്യനോട് പറയുകയാണ്, അത്തദ്ഹഖു മഅൽ ജനാസ, ജനാസയുടെ കൂടെ നടക്കുമ്പോൾ നിനക്ക് ചിരിക്കാൻ കഴിയുന്നുവോ? ലാ ഉകല്ലിമുക അബദാ. അല്ലാഹുവിന്റെ ദീനിനെതിരെ പ്രവർത്തിക്കുന്ന കക്ഷികളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളോട്, സ്വഹാബിമാരുടെ തീക്ഷ്ണത നിങ്ങൾ കാണൂ. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യനോട് അതിനെ സംബന്ധിച്ച് ഗൗരവത്തോടെ താക്കീത് കൊടുത്തിട്ട് പറയുകയാണ്, ലാ ഉകല്ലിമുക അബദാ, ഞാനിനി നിന്നോട് മിണ്ടുന്നതല്ല. അയാളുമായുള്ള സംസാരം വഴിയാനും ഞാൻ നീയുമായി സംസാരമില്ല, കാരണം നീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനത്തിന് എതിര് പറഞ്ഞവനാണ്, അതിന് എതിര് നിന്നവനാണ് എന്നും പറഞ്ഞുകൊണ്ട് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അതിനെ ഗൗരവത്തോടെ എതിർക്കുകയാണ്. എത്രത്തോളം പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്, കരിഹൽ ഉലമാഉ, പണ്ഡിതന്മാർ വെറുത്തിട്ടുണ്ട്, അൻ യതകല്ലമ അഹദുൻ ഫിൽ ജനാസ, ജനാസയുടെ കൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നടന്നു പോകുമ്പോ, നമ്മളൊരു മരണ വീട്ടിലാവട്ടെ, അതല്ലെങ്കിൽ ഖബർസ്ഥാനിലേക്ക് ജനാസയുടെ പിന്നാലെ പോകുമ്പോഴാവട്ടെ, സംസാരിക്കാനേ പാടില്ല. വലാ യഖൂലുൽ ഖായിലു ഇസ്തഗ്ഫിറൂ ലിഅഖീകും, നിങ്ങളുടെ അതാ മഞ്ചമിൽ ഏറിക്കൊണ്ടു പോകുന്ന, ആ മയ്യത്ത് കട്ടിലിൽ ഏറിക്കൊണ്ട് യാത്രയാകുന്ന സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണേ എന്നതുപോലും പറഞ്ഞ് സംസാരമുണ്ടാക്കാനോ ശബ്ദമുണ്ടാക്കാനോ പാടില്ല. ഫഖദ് സമിഅ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരിക്കൽ കേട്ടു, റജുലൻ, ഒരാളദാ ഫീ ജനാസത്തിൻ യസീഹു, ഒരു ജനാസയുടെ അടുക്കൽ ഹാജരായപ്പോൾ, ഒരു ജനാസയുമായി പോകുന്ന നേരത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. എന്താണ് അയാൾ വിളിച്ചു പറയുന്നത്? ഇസ്തഗ്ഫിറൂ ലിഅഖീകും,
നിങ്ങളുടെ ഈ മരണപ്പെട്ട സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ഈ മനുഷ്യനോട് പറയുകയാണ്, ദേഷ്യം പിടിച്ചിട്ട് പറയുന്നു, ലാ ഗഫറല്ലാഹു ലക്, അല്ലാഹ് നിനക്ക് പൊറുത്തു തരാതിരിക്കട്ടെ, അല്ലാഹ് നിന്നോട് പൊറുക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് ഗൗരവത്തിൽ പറഞ്ഞതാണ്. അഥവാ ഈ സമയം മൗനം പാലിക്കേണ്ട നേരമാണ്. മരണചിന്തയിൽ മനസ്സിങ്ങനെ മഥിച്ചുകൊണ്ട് ആ പോകുന്ന മനുഷ്യന്റെ സ്ഥിതി എന്താണ്, ഇനി ഞാൻ എന്റെ സ്ഥിതി എന്താണ്, ഈ രണ്ടുപേരുടെയും പാരത്രികമായ ലോകത്തിന്റെ സ്ഥിതി എന്താണ്, ഇങ്ങനെ മരണചിന്തയെ സംബന്ധിച്ച് മരണാനന്തരം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഖബറിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് മഹ്ശറിനെ സംബന്ധിച്ച് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് മനസ്സ് ശാന്തമായി സമാധാനത്തോടെ മൗനമായി കൊണ്ട് നടക്കേണ്ട സ്ഥാനത്ത് ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്നത് പോലും, അങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് പോലും വെറുക്കപ്പെട്ട സംഗതിയാണെന്ന് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു.